വിട്ടോണ്ട് വിട്ടോ. ഫിഷ്ലാൻഡിന്റെ അവിടെ നിർത്തിയിരിക്കാണ് കേട്ടോ പൊറോട്ട വാങ്ങിക്കാനായിട്ട്. ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നു. വേറെ ഒന്നല്ല കേട്ടോ ഗൈസ്, നമ്മള് നാളെ ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പുറത്ത് വന്നിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങൾ സീബ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ, വാതിയുണ്ട്, പാർക്കുണ്ട്, ഇരിക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അത് തണുപ്പുണ്ടേ. ചേച്ചി ഓ എവിടെ പൂച്ചേനെ കണ്ടാലും വീടായിരുന്നു കേട്ടോ ചേച്ചിയോ. ഡെസ്റ്റിനേഷൻ ദീപ് ബീച്ചിന്റെ അടുത്ത് ഒരു പാർക്കിന്റെ ഒരു സ്ഥലമാണ് കേട്ടോ അത്. സൂപ്പർ സ്ഥലല്ലേ, അടിപൊളി സ്ഥലം. കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ടമ്മ? നല്ല തണുപ്പാണ്. വയ്യ, തണുത്തിട്ട് വയ്യ. തണുപ്പുണ്ട്, തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. സ്റ്റഡി സ്കൂൾ? No? Sorry, I don't understand your language. ചേച്ചിന് മനസ്സിലായ? കുട്ടി അറബിയിൽ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ അക്ഷര മുസ്ലിം? നോ 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 നോ. ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നോർമലി നമ്മൾ വിചാരിക്കും ഈ ഹോളിഡേയ്സ് മാത്രമാണ് ആൾക്കാർ പുറത്തോട്ട് വരുന്നതെന്നൊക്കെ. ഇപ്പൊ കണ്ടില്ലേ ഇവിടെ അതെ അവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ ഇവിടെ വന്നിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇതേ അവിടെ പ്ലേ ഏരിയ ഉണ്ട്, അവിടെ എല്ലാവരും വലിയവരായാലും കുട്ടികളായാലും അത്യാവശ്യം ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീക്ക് ഡേയ്സ് ഹോളിഡേയ്സ് അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസം പറ്റുന്ന സമയം കണ്ടെത്തിയിട്ട് എല്ലാവരും വരും, ഇരിക്കും, ഭക്ഷണം കഴിക്കും, പോകും. ഇതിവിടെ ഒരു പതിവാണ് കേട്ടോ. ഇതേ ചിച്ചു ബേബി ഊഞ്ഞാലാടുന്നു. കുട്ടികൾ പറയുന്ന അറബിയൊന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എന്നാൽ ഇംഗ്ലീഷ് ആയിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്കറിയില്ല. ചിച്ചുന് കുറെ ഈജിപ്ഷ്യൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ചുച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചു ചിച്ചുവിനെ അറിയോ. അച്ഛമ്മയും മോളും ഡാൻസ് സ്റ്റെപ്പ് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് വരുമ്പോൾ ഒരു പാട്ട് കേട്ടു, അതിൻ്റെ ഒരു പ്രാക്ടീസാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാഭവൻ മണിയുടെ മറ്റേ പാട്ടില്ലേ, എനിച്ചും ഉണ്ടൊരു കുഞ്ഞി വാവ, ആ പാട്ട് കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ചിച്ചിനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നൈസാണ് കേട്ടോ. ഈ മരം, ഈ ലൈറ്റും ഈ പുല്ലും ഒക്കെ കൂടി വന്നപ്പോൾ നല്ലൊരു ചന്തണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടോ, ഫുഡ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ള ചോറ്, മീൻകറി, മീൻ വറുത്തത്, പൊറോട്ട ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച്, അത് കൂടുതലായിട്ടും കാണിക്കുന്നില്ല. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത് എവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ചുറ്റും അച്ഛമ്മയും കൂട്ടിയിട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എന്തായാലും പിന്നെ തണവുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് പുറത്തിറങ്ങിയപ്പോൾ അഡ്ജസ്റ്റായി, എന്നാലും കുഴപ്പമില്ല. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോ എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. എല്ലാവരും പറ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. സീ യു. ബൈ പറ. ബൈ 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 ബൈ.